ജോൺസൺ ഓപ്റ്റിക്കൽസിൽ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം, ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം, വടക്കാഞ്ചേരി. സംസ്ഥാനത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പ് നവംബർ, ഡിസംബർ മാസങ്ങളിൽ നടത്താൻ തീരുമാനമായ സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പിനായി രാഷ്ട്രീയ പാർട്ടികൾ ഒരുക്കങ്ങൾ ആരംഭിച്ചു. ഭരണത്തിലുള്ളവർ ഭരണ നേട്ടങ്ങളും പ്രതിപക്ഷത്തുള്ളവർ ഭരണക്കോട്ടങ്ങളും നിരത്തിയാണ് തിരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാകുക. വോട്ടർ പട്ടിക ഒരു വട്ടം കൂടി പുതുക്കാൻ അവസരം ലഭിച്ചതോടെ ഇതിനായി പാർട്ടികൾ തുടക്കങ്ങൾ ആരംഭിച്ചു. തിരഞ്ഞെടുപ്പിന് ശേഷം ഡിസംബർ 20 മുമ്പ് പുതിയ ഭരണസമിതികൾ ചുമതലയേൽക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എ ഷാജഹാൻ അറിയിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് 2 ഘട്ടങ്ങളിലായി നടത്തുമോ എന്നതിൽ തീരുമാനമായിട്ടില്ല. സംസ്ഥാന സർക്കാരും പോലീസ് മേധാവി, ചീഫ് സെക്രട്ടറി തുടങ്ങിയവരുമായി രാഷ്ട്രീയ പാർട്ടിയുമായി കൂടിയാലോചിച്ച ശേഷമായിരിക്കും തീരുമാനം. കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പ് 3 ഘട്ടങ്ങളിലായാണ് നടന്നത്. 2020 ഡിസംബർ 8, 10, 14 എന്നീ തീയതികളിലായിരുന്നു വോട്ടെടുപ്പ്. 16-നാണ് ഫലം പ്രഖ്യാപിച്ചത്. ഇത്തവണ വോട്ടർമാരുടെ എണ്ണം കൂടുകയും ഒരു ബൂത്തിൽ 1200 വോട്ടർമാരായി ചുരുങ്ങുകയും ബൂത്തുകളുടെ എണ്ണം കൂടുകയും ചെയ്തത് കണക്കിലെടുത്തായിരിക്കും വോട്ടെടുപ്പ് ക്രമീകരിക്കുക. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.